ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ സ്കൂളില് ഫാദേഴ്സ് ഡേയുടെ പ്രോഗ്രാം ഉണ്ട്. അതിനെല്ലാവരോടും അച്ഛനെ കൊണ്ടുവരാൻ പറയുന്നുണ്ട് മിസ്. സത്യയോട് പ്രത്യേകമായിട്ട് പറയും, സത്യ അച്ഛന് പകരം അമ്മയെ കൂട്ടിക്കൊണ്ട് വരരുത്, നാളെ ഫാദേഴ്സ് ഡേ ആണേ എന്നൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടാ മിസ് പോകുന്നത്. ഈ സമയം മറ്റൊരു കുട്ടി വന്നിട്ട് സത്യയുടെ അച്ഛനെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട്. എന്നാ പേര് പോലും പറയാനാവാതെയാ സത്യ അവിടെ നിൽക്കുന്നത്. ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് കാണുമ്പോ പപ്പിക്ക് ആകെ വിഷമാവും. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന ഭാഗത്ത് സ്കൂളിലെ പ്രിൻസിപ്പളുടെ റൂമിലേക്ക് സത്യ ചെന്ന് കയറാണ്. എന്നിട്ട് അവിടെ ഉള്ള തന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് നോക്കാനാണ് സത്യയുടെ തീരുമാനം. അതെടുക്കുന്ന സമയത്ത് ടീച്ചറുടെ പേഴ്സ് താഴെ വീഴുന്നുണ്ട്. എന്നാ സത്യ അതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇങ്ങനെ നോക്കാൻ തുടങ്ങുന്നത്. ഇതിങ്ങനെ താഴെ വീണ് കിടക്കുമ്പോ സത്യ ആദ്യം അതെടുത്തു വെച്ചിട്ട് നോക്കാന്ന് കരുതാ. അങ്ങനെ ആ പേഴ്സിലെ പൈസയൊക്കെ താഴെ വീഴുന്നുണ്ട്. ഇതെല്ലാം ആ പേഴ്സിലേക്ക് വെച്ച് ആ പേഴ്സ് ക്ലോസ് ചെയ്ത് ടേബിളിൽ വെക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും മിസ് അങ്ങോട്ട് വരുന്നത്. ഇത് കാണുന്ന മിസ് സത്യ മോഷ്ടിക്കാൻ വന്നതാണെന്ന് കരുതാ. അമ്പടി കള്ളി, പണം മോഷ്ടിക്കാൻ നോക്കായിരുന്നല്ലേ എന്ന് പറഞ്ഞ് സത്യയുടെ കയ്യിൽ നിന്ന് ആ പേഴ്സ് പിടിച്ചു വലിച്ചു വാങ്ങിക്കുക. സത്യയുടെ നിരപരാധിത്വം പറയാനുള്ള സാവകാശം പോലും ആ ടീച്ചർ കൊടുക്കുന്നില്ല. ശേഷം ശാലിനിയെ അങ്ങോട്ട് വിളിച്ചു വരുത്തുന്നുണ്ട്. ശാലിനി വരുന്നത് വരെ കുട്ടിയെ പുറത്തു നിർത്താണേ. ഈ കാര്യം കേട്ട ഉടൻ തന്നെ ശാലിനി അങ്ങോട്ടെത്തും കാര്യം അന്വേഷിക്കാനായിട്ട്. അപ്പോ സത്യ പറയും, അത് ഞാൻ ബർത്ത് സർട്ടിഫിക്കറ്റ് നോക്കാൻ പോയതാ, അതില് അച്ഛന്റെ പേര് കാണുമല്ലോ, അച്ഛന്റെ പേര് അറിയാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ അറിയുമ്പോ ശാലിനിക്ക് വല്ലാത്ത സങ്കടം തോന്നും. സത്യയെ ചേർത്ത് പിടിക്കണേ. ശേഷം വല്ലാത്ത സങ്കടത്തിൽ ഇങ്ങനെ സത്യയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയും. വിഷ്ണുവാണ് അച്ഛൻ എന്ന് പറയാൻ പറ്റാതെ നിൽക്കാണ് ശാലിനി. ശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ വീട്ടിലെത്തുന്ന പപ്പി വിഷ്ണുവിന്റെ അടുത്ത് പറയും, നാളെ സ്കൂളില് ഫാദേഴ്സ് ഡേ ആണ്, അവിടെ സത്യയുടെ അച്ഛനായി വിഷ്ണു അച്ഛന് വരാൻ പാടില്ലേ എന്ന് പറയുന്ന നിൽക്കുമ്പോ വിഷ്ണുവിനൊന്നും പറയാൻ പറ്റണില്ല. ഇങ്ങനെ വിഷ്ണുവിന്റെ അടുത്ത് പറയുന്നത് സത്യഭാമ കേൾക്കണേ. ഇതേപോലെ പപ്പി എന്ത് പറഞ്ഞാലും വിഷ്ണു അത് എതിര് പറയില്ലല്ലോ. അങ്ങനെ വിഷ്ണു സത്യയുടെ അച്ഛനായിട്ട് വരാന്ന് പപ്പിയോട് പറയുന്നതൊക്കെ ഭാമ കേൾക്കുന്നുണ്ട്. ഇതൊന്നും ഭാമയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം ഫാദേഴ്സ് ഡേക്ക് സത്യയുടെ അച്ഛനായിട്ട് പോകാൻ വിഷ്ണു ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുക. ഇത് കണ്ട് സഹിക്കാത്ത ഭാമ ആ റൂം അങ്ങ് ലോക്ക് ചെയ്യും. വിഷ്ണു കതക് തുറക്ക്, വാതിൽ തുറക്കാൻ എന്നിങ്ങനെ പറയുന്നുണ്ടെങ്കിലും സത്യഭാമ അങ്ങ് ലോക്ക് ചെയ്യും. വിഷ്ണുവിനെ പുറത്തിറങ്ങാൻ പറ്റാതെ നിൽക്കുക. അച്ഛൻ വരുന്നുള്ള പ്രതീക്ഷയിലാണ് സത്യ ഇങ്ങനെ അവിടെ നിൽക്കുന്നത്. ഇതേസമയം രാഘവേട്ടനും എല്ലാവരും ഭാമയെ ചോദ്യം ചെയ്യുമ്പോ ഭാമ പറയും, അങ്ങനെ ഇപ്പൊ വിഷ്ണുവിനെ ആ കൊച്ചിന്റെ അച്ഛനാവാൻ ഞാൻ വിടില്ല എന്നിങ്ങനെ വാശി തന്നെ ഭാമ പറഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനൊരു സൊല്യൂഷനായിട്ട് ശാലിനി വന്ന് എങ്ങനെയാണ് വിഷ്ണു തന്നെയാണ് ആ കുഞ്ഞിന്റെ അച്ഛനിൽ നിന്ന് തെളിയിക്കാന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് അടുത്ത ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഈ പ്രൊമോ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്